രമ്യ രമ്യ ഗുഡ് മോർണിംഗ്. Good morning. What's wrong with you? എന്താടാ ഇത്? എന്റെ പുതുപുത്തൻ വൈഫിനെ ഒരു ചുടുചൂടാന്ന ചായ. റൊമാൻസ് ഇത്തിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയം. റൊമാൻസോ? മാങ്ങാ തൊലി. ഈ ചുടുചായന്റെ മുഖത്തൊഴിക്കുന്ന കാര്യം ഒന്ന് ഓർത്തു പോയാൽ മതി. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയുണ്ടോന്ന് ചോദിച്ചാ ഇല്ല, പക്ഷെ റെസ്പെക്ട് ഉണ്ട്. എ വെൽ നോൺ ഫുഡ് ക്രിട്ടിക് ഓഫ് എ റെപ്യൂട്ടഡ് മാഗസിൻ. ഗുഡ്. അപ്പൊ പ്രേമവും ഇല്ല അല്ലേ? ആര് പറഞ്ഞു പ്രേമില്ലാന്ന്? രണ്ടുപേരും കൂടി ഒരു കപ്പ് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ പ്രേമത്തിന്റെ പ്രൂഫായി തൽക്കാലം ഇതുപോലെ. എന്നാ ഹൗസ് ഇറ്റ്? എടാ, ഇന്ന് എനിക്ക് ഓഫീസിൽ പോണം. വാട്ട്? കല്യാണം കഴിഞ്ഞൊരു ദിവസം പോലും ഇല്ല, അപ്പോഴേക്കും ഓഫീസോ? എന്ത് ഓഫീസാടി നീ? ഇന്ന് ഓഫീസിൽ പോകണം. ഓൺലി ടുഡേ. എനിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തോണ്ടടാ. പ്ലീസ്, നാളെ മുതൽ 1 വീക്ക് ലീവ് ഉണ്ട്. ഓക്കെ? സോറിടാ, ഇന്ന് ഞാൻ നേരത്തെ വരാം. എടാ, I said I'll come early. Hey, then we'll go for a movie. എന്നിട്ടൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഓക്കെ? എന്നെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യടാ. ചക്കരയല്ലേ? ശരി വാ. വാ വാ വാ, ലേറ്റ് ആയിടാ. കട്ടായോ? രമ്യ, ഓഫീസിൽ പെട്ടെന്ന് ഒരു ഗെറ്റ് ടുഗദർ ആടാ. ഒരു ഇമ്പോർട്ടന്റ് ക്ലയന്റിന്റെയാ. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. നീ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. വല്ലതും കഴിച്ചു കിടന്നോ. നമുക്ക് വേറൊരു ദിവസം പ്ലാൻ ചെയ്യണം. നമസ്കാരം, കാഴ്ച ടിവി ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ഭർത്താവിനെ തന്റെ ഭാര്യ ഫ്ലാറ്റിന്റെ 7ാം നിലയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. കാക്കനാട് സൺറൈസ് അപ്പാർട്ട്മെന്റിൽ ഇന്നലെ രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. IT ജീവനക്കാരിയായ ഭാര്യയുടെ മദ്യപാന ശീലത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലയ്ക്ക് കാരണമായത്. ലേറ്റ് നൈറ്റ് പാർട്ടികളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഭാര്യ സ്ഥിരമായി മദ്യപിച്ചെത്താറുണ്ടായിരുന്നെന്നും ഇതിനെ ചൊല്ലി രണ്ടുപേരും വഴക്ക് പതിവായിരുന്നെന്നും പ്രതിയായ ഭാര്യ പോലീസിന് മൊഴി നൽകി. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രമ്യ, എന്തു പറ്റി? രമ്യ, സോറിടാ. സോറി. I'm really sorryടാ. നിനക്ക് വേണ്ടി ഞാൻ ഓടി വന്നത്. ഓടി വാ. അത് മനസ്സിലായി. ഇപ്പൊ എന്താ സമയം എന്നറിയോ? 1 മണി. ഒരു ബോധവുമില്ല. വാ. കാല്. I'm sorryടാ. I'm sorry. I love you. ശരി ശരി. രമ്യ, അടങ്ങിക്കെടുക്ക്. നമുക്ക് ബോധം വന്നിട്ട് ലവ് ചെയ്യാം. ഇപ്പൊ നീ കിടന്ന് ഉറങ്ങ. ചാത്രം വലിച്ചേറ്റ്.
ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. കൊള്ളാലോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഇതെന്തിനാണ് പുറപ്പാടാ? നമ്മള് കുക്ക് ചെയ്യാൻ പോവാണോ? വാട് വെച്ച് ബോധോദയം വന്നായിരിക്കും. കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനി ഹെൽപ്പ്? ഒന്ന് മാറി തന്നാ മതി. ഇന്ന് നിനക്ക് ഒരു ദിവസത്തെ ലീവ്. Just few minor injuries only. She will be all right. She is very lucky. എന്തായാലും 2 ദിവസം നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാം. താങ്ക് യു ഡോക്ടർ. I'll see her later. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ഉണ്ട്. ഓക്കെ സിസ്റ്റർ. അവിടെ പറഞ്ഞാൽ മതി കേട്ടോ. അധികം സംസാരിക്കരുത്. നല്ല റെസ്റ്റ് വേണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്ക് ക്യാൻറ്റീൻ ഫുഡൊന്നും വേണ്ടടാ, എനിക്കിഷ്ടമല്ല. ആര് പറഞ്ഞത് ക്യാൻറ്റീൻ ഫുഡാണ്? സുഖമില്ലാതെ കിടക്കുന്നതിന്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഈ കൈകളാൽ സൂര്യ പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഹെൽത്തി ഇന്ത്യൻ ഫുഡ്. അധികം സംസാരിക്കരുത്.